ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും കൂടുതൽ പണം ലഭിച്ചത് ബി.ജെ.പിക്ക്. SBI നൽകിയ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന കമ്പനികൾ ഉൾപ്പെടെ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. ലോട്ടറി ഭീമൻ സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് കമ്പനിയാണ് പട്ടികയിൽ ഒന്നാമത്. എന്നാൽ ഏത് കമ്പനികൾ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകിയെന്നത് വെളിപ്പെടുത്തിയിട്ടില്ല. ഈ അവ്യക്തത നീക്കണമെന്ന് കാണിച്ച് ഹർജിക്കാർ സുപ്രീം കോടതിയെ സമീപിക്കും. ഇലക്ട്രൽ ബോണ്ട് കേസിൽ രേഖകൾ വീണ്ടെടുക്കണം എന്നാവശ്യപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, പുറത്തുവരുന്ന ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കുന്നതാണോ? പുറത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരൊക്കെയാണ് ഈ പണം നൽകിയത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത ഇല്ലാത്തതാണ്. ഈ പണം തീർച്ചയായിട്ടും 60 കോടിയോളം രൂപ കൈപ്പറ്റി എന്നുള്ളത് ബി.ജെ.പിയെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് അവർക്ക് മറുപടി പറയേണ്ടി വരും. നേരത്തെ ഇത് അനൌദ്യോഗികമായിട്ട് പുറത്ത് വന്ന വിവരങ്ങളായിട്ട് ഉണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ ഇത് നിയമപരമായിട്ടുള്ള മാർഗത്തിലൂടെയാണ് തങ്ങൾ വാങ്ങിയത് എന്ന വിവരമാണ് ബി.ജെ.പി അന്ന് പ്രതികരണമായിട്ട് നൽകിയത്. അതിനുശേഷം ഉള്ള പ്രതികരണങ്ങൾ ഒരുപക്ഷെ ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, രാജ്യത്ത് ഈ പണം കൈപ്പറ്റുന്ന പാർട്ടികളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന് അവകാശപ്പെടുന്നത്, അതായത് കോൺഗ്രസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക തൃണമൂൽ കോൺഗ്രസ് വാങ്ങിയിരിക്കുന്നു എന്ന ഒരു കൗതുകകരമായിട്ടുള്ള ഒരു വസ്തു കൂടിയുണ്ട്. 1421.9 കോടി രൂപയാണ് ഇപ്പോൾ കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത്. 1609.5 കോടി രൂപ തൃണമൂൽ കോൺഗ്രസ് ബോണ്ടുകളിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ BJD അടക്കമുള്ള പാർട്ടികൾക്ക് 775.5 കോടി രൂപ, BRSന് 1214.7 കോടി രൂപ എന്നിങ്ങനെയാണ് പണം ലഭിച്ചിരിക്കുന്നത്. അതേസമയം ഇടതു പാർട്ടികളെ സംബന്ധിച്ച് അവർ ഏതെങ്കിലും വിധത്തിൽ ഒരു തുക കൈപ്പറ്റിയതായിട്ട് ഈ രേഖകളിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നില്ല. അങ്ങനെ ഈ കണക്കുകൾ ഏറെ ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട ആരൊക്കെയാണ് നൽകിയത് എന്ന് കാര്യം പറയുന്നില്ലെങ്കിലും കണക്കുകൾ ചില കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. നിലവിലുള്ള രാഷ്ട്രീയ ക്രമത്തിൽ ഏത് വിധത്തിലാണ് രാജ്യത്തുള്ള കോർപ്പറേറ്റുകളുടെ താല്പര്യം പ്രവർത്തിക്കുന്നത് എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ സ്ഥിതിവിവര കണക്കുകൾ. കോർപ്പറേറ്റുകളുടെ താല്പര്യം ഒരുപക്ഷെ അതിൽ ഈ റിലയൻസിൻ്റെതോ അദാനിയുടെയോ ഒന്നും പേരുകൾ നേരിട്ടില്ല എന്നുള്ള വസ്തുത കൂടി അംഗീകരിച്ചുകൊണ്ട് നമ്മൾ വിലയിരുത്തിയാൽ പോലും ഈ കോർപ്പറേറ്റുകളുടെ താല്പര്യം അത് ഏറ്റവും കൂടുതൽ അത് ഭരണപക്ഷ പാർട്ടിയോടുകൂടിയാണ്. ആ പാർട്ടിക്കാണ് കൂടുതലായിട്ട് തുക അവർ നൽകുന്നത്. 6 മടങ്ങോളം, ഏകദേശം 6 മടങ്ങ് എന്ന് പറയാം, മറ്റ് പ്രതിപക്ഷ പാർട്ടികളെക്കാൾ 6 മടങ്ങോളം കിട്ടുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഗുണഫലങ്ങളും അവർ പ്രതീക്ഷിച്ചിരിക്കാം എന്ന ഒരു പ്രതീതി കൂടി അത് ജനിപ്പിക്കുന്നതാണ്. ഇത് ഈ ഹർജി നൽകിയവരെ സംബന്ധിച്ച് ഈ മറ്റുള്ള വിവരങ്ങൾ അത് ഡീകോഡ് ചെയ്യാനായിട്ട് SBI തയ്യാറാകണം എന്ന് ആവശ്യപ്പെടാൻ ഉള്ള ഒരു ഗ്രൗണ്ടായി മാറുകയാണ്. അവർ കോടതിയിലേക്ക് എത്തും. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ആരൊക്കെയാണ് നൽകിയത് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവിടുന്ന വിധത്തിലുള്ള നടപടികൾ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ എത്തുന്നത്. എന്നാൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഹർജി ഉണ്ട്, ഒരു അപേക്ഷയുണ്ട്. അതിൽ പറയുന്നത് കഴിഞ്ഞ നവംബറിൽ തങ്ങൾ സമർപ്പിച്ച രേഖകൾ, ആ രേഖകളുടെ ഒരു പകർപ്പ് പോലും തങ്ങളുടെ പക്കൽ ഇല്ല. അതൊരു സുതാര്യതയ്ക്ക് വേണ്ടിയിട്ട് തങ്ങൾ കൈക്കൊണ്ട നിലപാടാണ്. അതുകൊണ്ട് ആ രേഖകൾ ഈ എല്ലാ വിവരങ്ങളും പബ്ലിഷ് ചെയ്യണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആ വിവരങ്ങൾ റിട്രൈവ് ചെയ്യാനായിട്ടുള്ള അനുവാദം സുപ്രീം കോടതി നൽകണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനോട് കോടതി അല്പസമയത്തിനുള്ളിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ശരി, രാധാകൃഷ്ണ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.